നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും. കൊല്ലം വിജിലൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുക. അഴിമതി നിരോധന നിയമപ്രകാരമുള്ള വകുപ്പുകൾ കൂടി ചുമത്തിയതിനാൽ കേസിന്റെ നടപടികൾ കൊല്ലം കോടതിയിലേക്ക് മാറ്റുകയായിരുന്നു. ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ നിർദ്ദേശം അനുസരിക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് മുരാരി ബാബു വ്യക്തമാക്കിയിരുന്നത്. സ്വർണ്ണപ്പാളികളെ ചെമ്പന്തം രേഖപ്പെടുത്തിയത് അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവാണ്. സ്വർണം തട്ടിയെടുക്കുന്നതിനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടായിരുന്നു ഇതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ പത്മകുമാറിനെ SIT അറസ്റ്റ് ചെയ്യാൻ വൈകുന്നത് വിവാദത്തിലാവുകയാണ്. ദേവസ്വം ബോർഡിന്റെ അനുമതിയോടെയാണ് സ്വർണ്ണപ്പാളികൾ ചെമ്പന്തം രേഖപ്പെടുത്തി കടത്തിയതെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത്. എന്നിട്ടും CPM നേതാവായ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തില്ല. ഇതിന് പിന്നിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ പങ്കുണ്ടെന്നാണ് സൂചന. പത്മകുമാറിനെ അറസ്റ്റ് ചെയ്താൽ ആ ദേവസ്വം ഭരണസമിതിയിലുള്ള 2 പേരെയും കൂടി അകത്താക്കേണ്ടി വരും. ഈ സാഹചര്യത്തിലാണ് വൈകുന്നത്. ഇതിനിടെ ബോർഡ് സെക്രട്ടറിയായ ജയശ്രീയുടെ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. കീഴ്ക്കോടതി ജാമ്യം നിഷേധിച്ചിരുന്നു. ഹൈക്കോടതിയിൽ നിന്നും ജയശ്രീക്ക് അനുകൂല തീരുമാനം വന്നാൽ പത്മകുമാർ അടക്കമുള്ളവർ മുൻകൂർ ജാമ്യ ഹർജി നൽകും. ഈ സാധ്യത മുൻകൂട്ടി ദേവസ്വം ഭരണസമിതി അംഗങ്ങൾ ഉപയോഗിച്ചേക്കും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അതിവിശ്വസ്തനായിരുന്നു N. വാസു. ദേവസ്വം പ്രസിഡന്റും ദേവസ്വം കമ്മീഷണറുമായിരുന്ന വാസുവിനെ അറസ്റ്റ് ചെയ്തിട്ടും പത്മകുമാറിനെ വെറുതെ വിടുന്നത് ചില ഇടപെടലുകൾ കാരണമാണ്. ദേവസ്വം ബോർഡിന്റെ അനുമതിയോടെയാണ് സ്വർണ്ണപ്പാളികൾ ചെമ്പന്തം രേഖപ്പെടുത്തി കടത്തിയതെന്നാണ് തെളിയിക്കുന്ന രേഖകളും SITക്ക് ലഭിച്ചത്. ദേവസ്വം ജീവനക്കാരുടെ മൊഴി പത്മകുമാറിനെതിരാണ്. സ്വർണ്ണക്കൊള്ള നടന്ന സമയത്ത് ഗാർഡ് മുതൽ ഉന്നത ഉദ്യോഗസ്ഥരായിരുന്നവരുടെ വരെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ സർവ്വ സ്വാതന്ത്ര്യവും പത്മകുമാർ നൽകിയിരുന്നു എന്നാണ് പത്മകുമാറിനെതിരായി ജീവനക്കാർ മൊഴി നൽകിയിരിക്കുന്നത്. പോറ്റിക്ക് സഹായം ചെയ്യാൻ പത്മകുമാർ നിർബന്ധിച്ചിരുന്നുവെന്നും ജീവനക്കാരുടെ മൊഴിയുണ്ട്. ശബരിമല ഗസ്റ്റ് ഹൌസുകളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒന്നിലധികം മുറികൾ നൽകി. പോറ്റി ഉപയോഗിച്ചിരുന്നത് പ്രസിഡന്റിന് അനുവദിച്ചിരുന്ന മുറിയും കൂടിയാണ്. പൂജകൾ ബുക്ക് ചെയ്യുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പ്രത്യേക പരിഗണന ലഭിച്ചെന്ന് 2019 ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. സന്നിധാനത്ത് നട അടച്ചിരുന്ന സമയത്ത് പോലും ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിയിരുന്നു. പോറ്റിയുടെ ബന്ധുക്കളും അതിഥികളും ശബരിമലയിൽ എത്തുമ്പോൾ ഉപയോഗിച്ചിരുന്നത് ദേവസ്വം പ്രസിഡന്റിന്റെ മുറി തന്നെ. ഇവര് ദർശനത്തിനായി കൊണ്ടുപോയിരുന്നത് ദേവസ്വം ഗാർഡുമാരാണെന്ന് മൊഴിയുണ്ട്. ഇത്തരം മൊഴികളുടെ അടിസ്ഥാനത്തിൽ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യാൻ SIT തീരുമാനിച്ചു. 2 തവണ ആവശ്യപ്പെട്ടിട്ട് പത്മകുമാർ SITക്ക് മുന്നിൽ ഹാജരായിട്ടില്ല. പത്മകുമാർ ഉടൻ ഹാജരാകണമെന്നുമാണ് നോട്ടീസ് നൽകിയിരുന്നത്. ഇതിനൊപ്പം ജയശ്രീയുടെ ജാമ്യ ഹർജിയിലെ വിധിയും നിരീക്ഷിക്കും. ചൊവ്വാഴ്ച വരെ ജയശ്രീയുടെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിട്ടുണ്ട്. ഇതാണ് പത്മകുമാറിനെ പോലെയുള്ളവർക്ക് പ്രതീക്ഷയാകുന്നത്. അതിനിടെ അച്ചൻകോവിൽ ക്ഷേത്രത്തിലെ വഴിപാട് അഴിമതിക്ക് പത്മകുമാർ ഒത്താശ ചെയ്തുവെന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. പത്മകുമാർ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അച്ചൻകോവിൽ ക്ഷേത്രത്തിന് മാത്രമായി ഇളവ് നൽകി ഉത്തരവിറക്കി. ഇതിന് പിന്നിൽ അഴിമതിയുണ്ടെന്നാണ് സൂചന. പ്രമുഖ കോൺഗ്രസ് നേതാവായിരുന്ന വ്യക്തിയുടെ അടുത്ത ബന്ധുവായിരുന്നു അന്ന് ആ ക്ഷേത്രത്തിലെ പ്രധാനി. പക്ഷേ CPM സംഘടനയിലാണ് ഇയാൾ ഇപ്പോഴുള്ളത്. അച്ചൻകോവിലിലെ അഴിമതിയും ശബരിമല കൊള്ളയുടെ അതേ കാലത്ത് തന്നെയാണ് നടന്നത്. 2 അയ്യപ്പ ക്ഷേത്രങ്ങൾ. തമിഴ്നാട്ടിൽ നിന്ന് ശബരിമലയിലേക്ക് പോകുന്ന അയ്യപ്പ ഭക്തർ കുളത്തൂപ്പുഴ, ആര്യങ്കാവ് ക്ഷേത്രങ്ങളിൽ സന്ദർശിച്ച ശേഷം അച്ചൻകോവിൽ ക്ഷേത്രത്തിലെത്തിയാണ് ശബരിമലയിലേക്ക് പുറപ്പെടുന്നത്. ചില ക്ഷേത്രങ്ങളിൽ ഗണപതി ഹോമം പോലുള്ള ദിവസത്തിൽ ഒന്നു മാത്രം ചെയ്യുന്ന പൂജകൾക്ക് നിരവധി വിശ്വാസികളും പേര് നൽകും. ഈ സാഹചര്യത്തിലാണ് ഒരു പരിധി കഴിഞ്ഞ് ബുക്ക് ചെയ്യുന്ന വഴിപാടുകളിൽ നിന്നും സപ്ലൈർ കോസ്റ്റ് ദേവസ്വം ബോർഡ് എടുക്കുന്നത്. ഈ തുകയാണ് അച്ചൻകോവിൽ ക്ഷേത്രത്തിൽ മാത്രം ഇളവ് നൽകിയത്. ഇതിലൂടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്ക് ദിവസവും ആയിരങ്ങൾ ലാഭമുണ്ടാകുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. പ്രത്യേകിച്ച് മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് ഇവിടെ തിരക്ക് വളരെ കൂടുതലാണ്.